വിശുദ്ധ ബൈബിളിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഏവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് യോസഫ്. സഹോദരന്മാരാൽ തള്ളപ്പെട്ട് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട് അവിടുന്ന് കച്ചവടക്കാർക്ക് വിറ്റ് പൊത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗൃഹത്തിലെത്തിയ യോസഫിന്റെ ജീവിതത്തിലെ യാത്ര വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. യോസഫിനെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ തൻ്റെ സഹോദരന്മാർ ചെയ്ത 2 കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, അവർ അവനെ കുഴിയിൽ ഇട്ടു എന്ന് പറയുന്നത്. 2ാമത്തെ ഭാഗം പറയുന്നു, അവർ അവനെ മിദ്യാനിയർക്ക് വിറ്റ് കളഞ്ഞു. അപ്പോൾ യോസഫ് എന്ന് പറയുന്ന ഒരാളുടെ ജീവിത ചരിത്രം അവിടെ തീരുകയാണ്. സഹോദരന്മാരെല്ലാം തള്ളിക്കളഞ്ഞു, അവനെ പൊട്ടക്കിണറ്റിലിട്ടു, മിദ്യാനിയർക്ക് വിറ്റ് ഒരു അന്യദേശത്തേക്ക് അവനൊരു അടിമയായി വാങ്ങപ്പെട്ടുകൊണ്ടുപോയി. സഹോദരന്മാരെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം അവിടെ തീർന്നുവെന്നാണ് അവർ കരുതിയത്. എന്നാൽ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ 105-ാമത്തെ സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം യോസഫിനെ അവർക്ക് മുൻപായി അയച്ചു എന്നാണ് പറയുന്നത്. ദൈവം യോസഫിനെ അയച്ചു എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ പറയുന്നത് സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ ഇട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ലോകം നിന്നെ ചവിട്ടുകയും ലോകം നിന്നെ താഴെയിടുകയും ലോകം നിന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുകയും നിരാശപ്പെടുത്തുകയും എല്ലാം ചെയ്യുമായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ലഭിക്കേണ്ടതും അർഹതപ്പെട്ടതും ഒക്കെ ലഭിക്കാതെ പോയെന്ന് വരാം. പ്രൊമോഷൻസ് തടയപ്പെട്ടെന്ന് വരാം. അവിടെ എല്ലാം നമുക്ക് ദുഃഖവും നിരാശയും ഉണ്ടാകും. എന്നാലും ആ സാഹചര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇതിനകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ നന്മകളുടെ ആരംഭമായി തീർന്നത്. പരാജയം വരുമ്പോൾ, തോൽവികൾ സംഭവിക്കുമ്പോൾ, അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ മിസ്സായി, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടു, പരസ്പരം പഴിചാരാതെ കുറ്റപ്പെടുത്താതെ നമ്മൾ ധൈര്യത്തോടെ പറയുന്നു, ഗോഡ് ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ ഈവൻ ഇൻ ദ മിസ്റ്റ് ഓഫ് ദിസ് ഇഷ്യൂ, ദിസ് പ്രോബ്ലം, ദിസ് ആക്സിഡൻറ്റ്. ഈ പ്രതിസന്ധിയിലും ഈ പ്രശ്നത്തിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ ആരംഭിച്ചപ്പോൾ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഒന്ന് മാറാൻ തുടങ്ങി. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നത് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, അതിനകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ പറയും, ഞാൻ രോഗിയായിട്ട് കിടക്കുകയാണ്, അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പൊട്ടക്കിണറ്റിൽ യോസഫിനെ പിടിച്ചിട്ടപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലുള്ള ഗ്രാഫ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലെ സ്കെച്ച് എന്ന് പറയുന്നത് ഈ കാരാഗ്രഹം കൊണ്ട് തീരുന്നതല്ല, ഈ പൊട്ടക്കുഴി കൊണ്ട് തീരുന്നതല്ല. അതിനപ്പുറത്തേക്ക് ദൈവത്തിന് യോസഫിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് പകൽ അതാണ് നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള പ്രൊമോഷൻ തടയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നന്മ തടയപ്പെട്ടേക്കാം, ചില നഷ്ടങ്ങൾ വന്നേക്കാം. അവിടെ ഒന്നും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ചില രോഗങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായേക്കാം. അതിന് മധ്യത്തിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കരം പിടിക്കുന്ന ഒരു ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ട് അവൻ നിങ്ങളെ അക്കരെ എത്തിക്കും. ദൈവമാണ് നിങ്ങളെ അയച്ചത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ ഇന്നായിരിക്കുന്ന രാജ്യത്ത്, സ്ഥലത്ത്, ജോലി മേഖലയിൽ, കുടുംബത്തിൽ ദൈവം നിങ്ങളെ അയച്ചിരിക്കുകയാണ്. യു ആർ നോട്ട് ആൻ ആക്സിഡൻ്റൽ. നിങ്ങളൊരു അപകടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ യാദൃച്ഛികമായിട്ട് അവിടെ എത്തിയ ആളല്ല. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. തിന്മയായതിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഈ നേരിടുന്ന പ്രതിസന്ധിയിലും, ഈ വിഷമഘട്ടത്തിലും, ഈ മുന്നേറാൻ കഴിയാത്ത ഈ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാനുള്ള കൃപ എൻ്റെ പ്രിയ സഹോദരന്, പ്രിയ സഹോദരിക്ക് കൊടുക്കണമേ. ദൈവമാണ് ഇവിടേക്ക് അയച്ചതെന്നൊരു ബോധ്യം കൊടുക്കണമേ. മാത്രമല്ല, പ്രതിസന്ധിയിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നൊരു ബോധ്യം കൊടുക്കണമേ. ആ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഇവിടെ എനിക്കുള്ളത്. ദൈവം നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കട്ടെ. പ്രതിസന്ധികൾ വഴിമാറും, പ്രശ്നം വഴിമാറും. നിങ്ങളെ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ പരാജയപ്പെട്ടോ, എവിടെ തള്ളപ്പെട്ടോ, അവിടെ നിങ്ങളെ ഉയർത്തി നിർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതുകൊണ്ട് ധൈര്യത്തൊട്ടിക്കുക. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവമാണ് നിങ്ങളുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്.